ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നറായ ജിൻഡോന് ഒരുപാട് അവസരങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോന്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹവും പൂർത്തിയായിരിക്കുന്നു. ബാദുഷ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇറങ്ങുന്ന പുതിയ ചിത്രത്തിൽ ജിൻഡോ നായകനായിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു അതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. ജിൻഡോ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി അതെല്ലാവരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ബാദുഷ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഇറങ്ങുന്ന അടുത്ത സിനിമയിൽ ജിൻഡോ പ്രധാന കഥാപാത്രം, അതായത് നായക കഥാപാത്രത്തിലൂടെയാണ് എത്തുന്നത്. ഒരു സാധാരണ വേഷമല്ല ജിൻഡോന് കിട്ടിയിരിക്കുന്നത്. ആദ്യ സിനിമയിൽ തന്നെ നായകനായാണ് ജിൻഡോ അഭിനയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജിൻഡോന് മാക്സിമം പറ്റുന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ തന്നെ തൻ്റെ ആ ഒരു അഭിനയത്തിലുള്ള ടാലന്റ്, അതായത് ജിൻഡോ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം സാധിക്കുന്ന സമയത്ത് ഇനി മുന്നോട്ടും ഇതുപോലുള്ള അവസരങ്ങൾ ജിൻഡോനെ തേടി എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ജിൻഡോ തന്റെ കഴിവ് പുറത്തെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജിൻഡോ ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആയതിന്റെ 50 ലക്ഷം രൂപയുടെ ചെക്ക് വാങ്ങാനായിട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള റോയ് സിജെയും പുതിയതായിട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ട് ജിൻഡോനെ ക്ഷണിച്ചു. അതിന്റെ സംവിധായകനായിട്ടുള്ള ആ ഒരു വ്യക്തിയോട് ജിൻഡോനെ കാസ്റ്റ് ചെയ്യണം, വളരെ മികച്ചൊരു വേഷം തന്നെ ജിൻഡോൻ ആ ഒരു സിനിമയിൽ കൊടുക്കണമെന്നും നമ്മുടെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായിട്ടുള്ള റോയ് സിജെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 സിനിമ അവസരങ്ങളാണ് ജിൻഡോന് ബിഗ് ബോസിന്റെ വേദിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ അർജുനും ഈ പറയുന്ന ശരണ്യക്കും അഭിഷേകിനും എല്ലാവർക്കും സിനിമയിലേക്ക് അവസരം കിട്ടുന്നുണ്ട്. ജാസ്മിനും ഒരുപാട് കണ്ടസ്റ്റൻസിന് സീസൺ 6 അവസാനിച്ചപ്പോൾ അവരുടെ ടാലന്റിനനുസരിച്ചുള്ള പല വേഷങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നായക കഥാപാത്രമായാണ് ജിൻഡോയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജിൻഡോന് മറ്റൊരു സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിക്കാനും അവസരം കൊടുത്തിട്ടുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി പറയാതെ ഈ ഒരു വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ഈ ഒരു 6 വർഷത്തിനുള്ളിൽ ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാടധികം ഫാൻസിനെ സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള ജിൻഡോ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെ സ്നേഹിക്കുന്ന ആരാധകർ അയച്ചു കൊടുക്കുന്ന വീഡിയോ പോസ്റ്റുകളായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കണ്ടസ്റ്റന്റും അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വലിയ ഫെയിമിലേക്ക് എത്തുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പ് ഈ പറയുന്ന ജനങ്ങളും ആ ഒരു കണ്ടസ്റ്റന്റും തമ്മിൽ ഉണ്ടാവാറുണ്ട്. അത് ആരും ആയിക്കൊള്ളട്ടെ. എന്തൊക്കെയാണെങ്കിലും ജിൻഡോ അങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ടില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇന്ന് രാവിലെയും ജിൻഡോനെ പോലെ തന്നെ ആ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ജിൻഡോന്റെ ഡിക്റ്റോ ഫേസ്, താടി മീശയൊക്കെ വെച്ചിട്ട് ജിൻഡോ എൻ്റെ അമ്മക്കറിയാം ഞാൻ മണ്ടനല്ലെന്ന് എന്നൊക്കെ പറയുന്ന ആ ഒരു ഡയലോഗൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് അഭിനയിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു റീലൊക്കെ ജിൻഡോ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു കണ്ടസ്റ്റൻസും ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയാണെങ്കിലും ജിൻഡോ തന്റെ ഫാൻസ് അയച്ചു കൊടുക്കുന്ന എല്ലാ വീഡിയോസും, അതുകൊണ്ട് തന്നെ ജിൻഡോന്റെ ഫാനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോ ബിഗ് ബോസിൽ ചെയ്യുന്ന പല സീൻസും നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്ത് ജിൻഡോന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അയച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ ജിൻഡോനെ ടാഗ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും ജിൻഡോ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് താഴെ ജിൻഡോന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനോ സ്നേഹവും സന്തോഷങ്ങളും അറിയിക്കാനോ ഒരുപാടധികം സാധ്യതകളുണ്ട്. അതിനൊന്നും യാതൊരു മടിയുമില്ലാത്തൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് ജിൻഡോയെ പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജിൻഡോന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ആ ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ ജിൻഡോ അത് റീപോസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ അറിയുന്നു, നമ്മളെ കാണുന്നു എന്നൊക്കെ ഉള്ളത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജിൻഡോ ഒത്തിരി പേരുടെ ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജിൻഡോന്റെ സ്നേഹവും സന്തോഷങ്ങളും എല്ലാം അറിയിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ജിൻഡോന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അല്ലെങ്കിൽ ജിൻഡോന്റെ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു വ്യക്തിക്ക് ഈ പറയുന്ന പോസ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാവുന്നതാണ്. ബിഗ് ബോസ് മലയാളത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്